Assalamualaikum. Welcome back to Daily Dishes. ഇനി ഞാൻ നല്ലൊരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. നല്ലൊരു കാരമൽ ഫ്ലേവറിലുള്ള ഒരു മിൽക്ക് സർബത്ത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്ന ശേഷം നമുക്ക് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിലാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ഞാൻ ഇതിലേക്കൊരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാല് മുഴുവൻ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, പകുതിയേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബാക്കി പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ പാല് ചേർക്കുമ്പോൾ നല്ല തണുപ്പോട് കൂടി ചേർക്കരുത്. നല്ല തണുപ്പുള്ള പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ കാരമൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിയായി പോവും. അത് നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഡ്രിങ്കിന് കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ അല്ലെങ്കിൽ കൂവപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. കോൺഫ്ലോർ ആയാലും കൂവപ്പൊടി ആയാലും ആദ്യം കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പൊടി നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വരും. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, വളരെ കുറച്ച് മതി, ഒരു നുള്ളു മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ സർബത്തെല്ലാം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമോ പാലോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിലാണ് നമുക്ക് വേണ്ടെങ്കിൽ വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് തണുപ്പിച്ചെടുത്തിട്ട് കുടിക്കാനെടുക്കുന്ന സമയത്ത് മാത്രം നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും നമ്മളിത് കുടിക്കുന്ന സമയത്ത് നട്ട്സൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിടക്കുള്ളൂ. ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നട്ട്സ് എല്ലാം കുതിർന്നു പോവും. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള കാരമൽ ഫ്ലേവറിലുള്ള മിൽക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.